നൊബേൽ ഗസയിൽ സമാധാനം വരുന്നതിനുള്ള ട്രംപിന്റെ ഇടപെടലുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ, അവിടെ നിന്ന് ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ സന്തോഷം നൽകുന്നതാണ്. അവിടെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ക്യാബിനറ്റ് കൂടി അംഗീകാരം നൽകിയതോടുകൂടി ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് താൽക്കാലികമായെങ്കിൽ പോലും. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുന്നു എന്ന വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാധാന പദ്ധതിയിൽ പറഞ്ഞിരുന്നത് ഈ വെടിനിർത്തൽ, അതിനുശേഷം സേനയുടെ ഒരു നിശ്ചിത ലൈനിലേക്കുള്ള പിന്മാറ്റം, പിന്നീട് ബന്ദി കൈമാറ്റം എന്നിവയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ധാരണ. അതനുസരിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന അവർ പറഞ്ഞിരിക്കുന്ന ലൈനിലേക്ക് മാറുന്നു എന്ന വിവരം, സേനയുടെ പിന്മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം വരികയാണ്. ഗസയിലെ ജനങ്ങൾ അവർ ആ നാടിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടവരാണ്, കൊടിയ ദുരിതം കണ്ടവരാണ്. അവരുടെ വംശത്തിലെ മനുഷ്യരിങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടവരാണ്, മനസ്സ് മരവിച്ചവരാണ്. ആ മനുഷ്യരുടെ മുഖത്ത് സമാധാനത്തിന്റെ അല്പം വെളിച്ചം കണ്ടു തുടങ്ങുന്നുണ്ട്. ലോകമാധ്യമങ്ങളിൽ ആ ദൃശ്യങ്ങൾ നിറയുകയാണ്. ഗസയിലെ മനുഷ്യരുടെ സന്തോഷ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഗസയിലെ മനുഷ്യർ അവർ 2 വർഷം അനുഭവിച്ചത് നരകയാതനകളാണ്. ഏതാണ്ട് 67,000-ത്തിലധികം മനുഷ്യരാണ് അവിടെ മരിച്ചു വീണത്. 23,000-ത്തിലധികം കുഞ്ഞുങ്ങൾ, പട്ടിണി കിടന്ന മനുഷ്യർ, ഭക്ഷണത്തിനായി കാത്തുനിന്നവർ, അവരുടെ വീടും ആശുപത്രികളും സ്കൂളുകളും കെട്ടിടങ്ങളും എല്ലാം 90%-ത്തിലധികം തകർന്നടിഞ്ഞ ഇടങ്ങളാണ്. അവിടെ ഒരു പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. അത്രമാത്രം നിലംപരിശായ ഇടങ്ങളാണ്. അവിടേക്കാണ് സന്തോഷത്തിന്റെ കണികകൾ. ഇത് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും മറ്റുമൊക്കെയുള്ള വിവരങ്ങളാണ്. ഇനി അവർക്ക് ഗസയുടെ മണ്ണിലേക്ക് തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയാണ് അവരെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രയേലിൽ നോക്കിയാൽ ഇസ്രയേൽ ഹമാസ് ബന്ധികളാക്കിയവരുടെ മോചനം ഉടൻ സാധ്യമാകും എന്ന സാഹചര്യം വരുന്നു. അത് ഇസ്രയേലിലെ ആ ബന്ധികളുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. 20 ബന്ധികളെ കൈമാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 46 ബന്ധികളെയാണ് വിട്ടുകൊടുക്കാനുള്ളത്. പക്ഷേ അതിൽ 26 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് കരുതുന്നത്. അവരുടെ മൃതദേഹങ്ങളും ഒപ്പം തന്നെ 20 പേരെയും ആയിരിക്കും ഹമാസ് ആദ്യഘട്ടത്തിൽ കൈമാറുക. അതിനു പകരമായി ഏതാണ്ട് 280ഓളം വരുന്ന ജീവപര്യന്തം തടവുകാരെ, പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും. 1700ഓളം വരുന്ന മറ്റ് തടവുകാരെയും വിട്ടയക്കും. ഇതൊക്കെയാണ് കരാറുകൾ. ഇതനുസരിച്ചുള്ള ബന്ദി കൈമാറ്റം തിങ്കളാഴ്ച നടക്കും എന്നതാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ട്രംപാണ് ഇതിന് ഈ മുൻകൈ എടുത്തിരിക്കുന്നത്. വേദനകൾ അടക്കി മനുഷ്യർ അല്പം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ നീങ്ങുകയാണ്. ഭാഗികമായി ഈ സൈനിക പിന്മാറ്റം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത വരികയാണ്. ഈജിപ്തിൽ ഈജിപ്തിന്റെയും ഒക്കെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയിലാണ് ഈ ചർച്ചകൾ നടന്നത്. അമേരിക്കൻ പ്രതിനിധികൾ, ഇസ്രായേൽ പ്രതിനിധികൾ, ഒപ്പം തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത്. പല സെഷനുകളായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ സമാധാന കരാർ അംഗീകരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ഈ കരാർ അംഗീകരിക്കുന്നു, ഹമാസും അത് ശരിവെക്കുന്നു. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ആ മെസ്സേജിലൂടെയാണ് ലോകം ഈ വെടിനിർത്തലിനെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ഇസ്രായേൽ ഇത് അംഗീകരിക്കുകയും ഹമാസ് അംഗീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ മന്ത്രിസഭ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്ത് അതിന് അംഗീകാരം കൂടി നൽകിയതോടുകൂടിയാണ് ഈ കരാർ നിലവിൽ വന്നത്. അതിനുശേഷം ആണ് ഇപ്പോൾ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ബന്ദി കൈമാറ്റമാണ് ഇനി നടക്കാനുള്ളത്. അതിനുശേഷം ഇതിന്റെ മറ്റു ഭാഗമായിട്ടുള്ള ഈ സമാധാന പദ്ധതിയുടെ മറ്റു ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. നിരായുധീകരണം, ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ പുനർനിർമ്മാണം, ഗസ സ്റ്റേറ്റ്, അത് സംബന്ധിച്ച് അവ്യക്തതകൾ ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ പദ്ധതികൾ എന്താണ്? ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇത് ആദ്യഘട്ടം മാത്രമാണ്. നോക്കൂ, യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതൊരു
താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പീസ് ഡീലിലേക്ക്, സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രയേൽ നിലപാട് മാറ്റുവോ തുടങ്ങിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ തുടർ ചർച്ചകൾ എങ്ങനെ പോകുന്നു എന്നതായിരിക്കും ഗസയിലെ സമാധാനത്തിന്റെ അടിത്തറ പാകുന്ന കാര്യങ്ങൾ. അപ്പോൾ തുടർ ചർച്ചകൾ നടക്കണം, അതിനൊക്കെ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുടെ മേൽക്കൈയിലായിരിക്കും തുടർ നടപടികളൊക്കെ നടക്കുക. എന്തായാലും നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം. ഗസയിൽ സമാധാനം പുലരട്ടെ, അല്പം നാളെങ്കിലും അവർ സമാധാനത്തോടെ ഇരിക്കട്ടെ, ഈ വെടിനിർത്തൽ തുടരട്ടെ. അവിടെ ഇനി ഇത്രയും നരകയാതന, ഈ വേട്ടയാടൽ, കൂട്ടക്കൊല, വംശഹത്യ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.